മലയാളത്തിലെ ഏറ്റവും പ്രതിഭാധനന്മാരായ 5 സംവിധായകന്മാർ: ഫാസിൽ, സിബി മലയിൽ, പ്രിയദർശൻ, സിദ്ദിഖ് ആൻഡ് ലാൽ. 3 സിനിമാറ്റോഗ്രാഫേഴ്സ്: വേണു, ആനന്ദക്കുട്ടൻ, സണ്ണി ജോസഫ്. 9 അതിമനോഹരമായ പാട്ടുകൾക്കായി 2 സംഗീത സംവിധായകർ, 3 എഴുത്തുകാർ, 5 പാട്ടുകാർ. പാട്ടുകൾക്കെല്ലാം സംഗീതം ചെയ്തത് എം.ജി. രാധാകൃഷ്ണനും പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ജോൺസൺ മാഷും. ഗാനങ്ങളെല്ലാം എഴുതിയത് ബിച്ചു തിരുമലയും സിനിമയുടെ തന്നെ തിരക്കഥാകൃത്തായ മധുമുട്ടവും ചേർന്നാണ്. എന്നാൽ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റായ തമിഴ് ഗാനം എഴുതിയത് തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതി എന്ന റെക്കോർഡുള്ള തമിഴ് കവിയായ വാലി അഥവാ തൃച്ചിറപ്പള്ളി ശ്രീനിവാസ രംഗരാജനാണ്. മധുമുട്ടം അഥവാ മധു കെ പണിക്കർ എന്ന എഴുത്തുകാരൻ വിഖ്യാതനായ ഒരു മനഃശാസ്ത്രജ്ഞന്റെ പ്രസിദ്ധീകരിച്ച കേസ് സ്റ്റഡികളിൽ നിന്നും വളരെ സങ്കീർണമായ ഒന്ന് തിരഞ്ഞെടുത്ത് തന്റെ നാട്ടിലെ ആലിമൂട്ടിൽ തറവാടുമായി ബന്ധപ്പെട്ട ഒരു മിത്തുമായി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ചോരയും നീരും ഓജസ്സുമുള്ള ഒരു കഥ ഫാസിൽ എന്ന ബ്രില്യൻ സംവിധായകന്റെ സംവിധാനത്തിൽ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ക്ലാസിക്കുകളിൽ ഒന്നായി മാറി. അതാണ് 1993 പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന മഹാത്ഭുതം. ഫാസിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, താൻ പോലും അറിയാതെ തന്നെ ക്ലാസിക്കായി മാറിയ ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പടം ചിത്രീകരിച്ചത് 5 സംവിധായകർ ചേർന്നാണ്. ഈ 5 പേരും മലയാളത്തിലെ ക്ലാസിക് സംവിധായകരാണ്. മലയാളത്തിലെ ക്ലാസിക് സംവിധായകർ എന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയിലെ തന്നെ ക്ലാസിക് സംവിധായകരാണ് എന്നാണ് അതിനർത്ഥം. അതേപോലെ തന്നെ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ആളുകളും ഇന്ത്യ മുഴുവൻ ഫേമസ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സ് ആണ്. തിരക്കഥാകൃത്ത് തന്നെ ഗാനരചന നിർവഹിച്ച 3 ഗാനങ്ങളുണ്ട് സിനിമയിൽ. പടത്തിന്റെ ആത്മാവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന 3 ഗാനങ്ങൾ. അദ്ദേഹം അത് ചെയ്തതുകൊണ്ടാണ് പടത്തിൽ ആ ഗാനങ്ങൾക്ക് ഇത്രയും പ്രസക്തി ഉണ്ടായത്. കാരണം പടത്തിന്റെ ആത്മാവ് നന്നായി അറിയാവുന്ന ഒരാൾ എന്ന് പറയുന്നത് തിരക്കഥാകൃത്ത് തന്നെയാണ്. അതേപോലെ സിനിമയിലെ തമിഴ് സോങ്, ഇത്രയും മനോഹരമായ ഒരു ഗാനം തമിഴ് സിനിമയിൽ പോലും കേട്ടിട്ടുണ്ടോ എന്നൊരു മലയാളിയോട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മലയാളി ഒന്ന് സംശയിച്ചിരിക്കും. വേറൊന്നും കൊണ്ടല്ല, ഗാനരചന നിർവഹിച്ചത് തമിഴിലെ പ്രശസ്തനായ കവി വാലിയാണ്. തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതി എന്ന റെക്കോർഡുള്ള മനുഷ്യനാണ് ഈ പറയുന്ന വാലി. അതേപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന, നെടുമുടി വേണു, ഇന്നസെന്റ്, കുതിരവട്ടം പപ്പുചേട്ടൻ, അങ്ങനെയുള്ള മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാർ. മലയാളത്തിലെ ഈ നടന്മാരെ ഇന്ന് കവച്ചു വെക്കാൻ വേറെ ആരുമില്ല എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും മികച്ച ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് തന്നെയാണ് ഫാസിൽ എന്ന സംവിധായകന്റെ വിജയവും ഈ സിനിമ ഇന്നും ഒരു ക്ലാസിക്കായി ഇന്ത്യൻ സിനിമയിൽ തന്നെ നിലനിൽക്കുന്നതിന്റെ കാരണവും. 1993 പടം റിലീസാകുന്ന കാലത്ത് ഇതേപോലൊരു കഥ ഇന്ത്യയിൽ ആരും കേട്ടിട്ടില്ല. കാരണം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ, എന്നാൽ ഇതിന് പുരാതനമായ മിത്തിന്റെ ബാക്കപ്പും പഴയ താന്ത്രിക് വിദ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് മോഡേൺ സയൻസ് നടത്തുന്ന ഒരു ചികിത്സാ രീതിയും ഇതുവരെ ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ല. അതേപോലെ ഹൊറർ എന്ന് പറയുന്നതിന് മറ്റൊരു പരിവേഷം ഈ സിനിമ ഉണ്ടാക്കി കൊടുത്തു. 2005 ശേഷം ഏകദേശം 5 ഭാഷകളിൽ മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് റീമേക്കുകൾ ഉണ്ടായി. എന്നാൽ ഒരു റീമേക്കും പടത്തിനോട് നീതി പുലർത്തിയില്ല എന്നതാണ് സത്യം. എന്നാൽ എല്ലാ റീമേക്കുകളും പണം വാരി റീമേക്കുകളായിരുന്നു. എല്ലാം ആ നാട്ടിലെ സൂപ്പർ ഹിറ്റ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തമിഴിൽ രജനീകാന്ത് നായകനായി അഭിനയിച്ച ചന്ദ്രമുഖിയും ഹിന്ദിയിൽ അക്ഷയ് കുമാർ നായകനായി അഭിനയിച്ച് പ്രിയദർശൻ ഒരുക്കിയ ഭൂൽ ഭുലയ്യയുമാണ്. രണ്ടും ആ ഇൻഡസ്ട്രിയിലെ സൂപ്പർ ഹിറ്റ് മൂവീസ് ആയിരുന്നു. എന്നാൽ 1993 മണിച്ചിത്രത്താഴ് കണ്ട ഒരു മലയാളിക്ക് ഈ 2 സിനിമകളും വളരെ അരോചകമായി തോന്നി എന്നതാണ് സത്യം. ഇതിനെപ്പറ്റി മലയാളത്തിലെ തന്നെ നടന്മാരും സംവിധായകരും പലരും പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം വളരെ വികലമായ അനുകരണങ്ങൾ മാത്രമായിരുന്നുവെന്ന്. എന്താണ് തമിഴിലും ഹിന്ദിയിലും സംഭവിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ ആത്മാവ് അഥവാ സിനിമയുടെ സത്ത അവരെടുത്തില്ല എന്നുള്ളതാണ്. അവർ സിനിമയുടെ കൊമേഴ്ഷ്യൽ പാർട്ട് മാത്രമാണ് കണ്ടത്. അവർക്ക് ആ കൊമേഴ്ഷ്യൽ പാർട്ട് മാത്രം മതിയായിരുന്നു അവിടെ പണം വാരാൻ. അവർ ആ പാർട്ട് മാത്രം അവിടെ എടുത്തു, അതിലെ ഹൊറർ കണ്ടന്റ് മാത്രം എടുത്തുകൊണ്ടുപോയി സിനിമ നിർമ്മിച്ചു. അതവിടെ സൂപ്പർ ഹിറ്റായി. അതാണ് തമിഴിലും ഹിന്ദിയിലും സംഭവിച്ചത്. ഹിന്ദിയിൽ ഇതൊരുക്കിയത് പ്രിയദർശനാണ്. പ്രിയദർശൻ ഓൾറെഡി മണിച്ചിത്രത്താഴിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം മണിച്ചിത്രത്താഴിന്റെ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടറിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് സിനിമയെ പറ്റി എല്ലാം അറിയാവുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ ഒരു പരിധിവരെ മലയാളത്തിലെ മണിച്ചിത്രത്താഴിന്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. എന്നിരുന്നാലും പടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പടത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ സത്ത എന്ന് പറയുന്നത് ഹിന്ദിയിൽ അദ്ദേഹം കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്താണ് പടത്തിന്റെ ആ സത്ത, അല്ലെങ്കിൽ എന്താണ് പടത്തിന്റെ ആത്മാവ്? അത് വേറൊന്നുമല്ല, എന്താണ് ഗംഗയുടെ പ്രശ്നം എന്ന് തന്നെയാണ്. മണിച്ചിത്രത്താഴിന്റെ തിരക്കഥയെ പറ്റിയുള്ള ഒത്തിരി ഇന്റർവ്യൂകൾ
ഫാസിലിന്റേതായും മധുമുട്ടത്തിന്റേതായും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിലെല്ലാം അതിന്റെ കഷ്ടപ്പാടുകളെ പറ്റി അവർ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ കഥ രൂപപ്പെട്ടു വന്നത് എന്നതിനെ പറ്റി അവർ പറയുന്നുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 27 മാണിച്ചിത്രത്താഴ് വീണ്ടും റീ റിലീസിന് വരാൻ പോവുകയാണ്. 90കളിൽ ജനിച്ച 90s കിഡ്സിനും 2000ൽ ജനിച്ച മില്ലേനിയം കിഡ്സിനും ഒരിക്കൽ കൂടി ഈ ക്ലാസിക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ അവസരം പാഴാക്കാതെ തിയേറ്ററിൽ പോയി സിനിമ കാണുക. നന്ദി.